നമസ്തേ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മളിപ്പോൾ കുമരകത്ത് ഒരു റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. രാവിലെ ഞങ്ങൾ പുറപ്പെട്ടതാണ്. കുറച്ച് സ്ഥലമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ റിസോർട്ടിലെത്തി. ഈ റിസോർട്ടിൻ്റെ പേര് എടശ്ശേരി കനാൽ റിസോർട്ട് എന്നാണ്. അടിപൊളി റിസോർട്ടാണ്. ഞാൻ ഇരിക്കുന്നത് ഇപ്പോൾ റിസോർട്ടിൻ്റെ റിസപ്ഷനിലാണ് കേട്ടോ. നോക്കൂ എന്ത് ഭംഗിയല്ലേ, കണ്ടോ ഇവിടെയൊക്കെ എന്ത് രസമാണ്. വലിയ ഫാനൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്നുണ്ടെങ്കിൽ എന്താ രസം എന്നറിയോ, ഭയങ്കര രസമാണ്. ഞങ്ങൾ ഫാമിലി ഫുള്ളും പോകുന്നുണ്ട് കേട്ടോ ഇവിടേക്ക് എല്ലാവരും. ഇപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ഈ റിസോർട്ടിൽ കിടന്നുറങ്ങി രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവരവർക്ക് ഇഷ്ടമുള്ള സാധനം എത്ര വേണമെങ്കിലും കഴിക്കാം. ജ്യൂസ് വേണോ, ചായ വേണോ, എല്ലാം എന്ത് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടം അനുസരിച്ച് കഴിക്കാം. ബ്രെഡുണ്ട്, ജാമുണ്ട്, ബട്ടറുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ഏത് വേണമെങ്കിലും കഴിക്കാം. മുട്ടയുണ്ട്. ബട്ടർ വേണ്ട. ഇതോ, ഇത് ജാം. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പുറത്തേക്കൊന്ന് പോകണം. ദോശ അല്ലേ, ദോശ ചട്നി. ദോശ, ചട്നി, സാമ്പാർ, ബ്രെഡ്, ജാമ്, ബട്ടർ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ സമൃദ്ധിയായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നടക്കാനായിട്ട് പോയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ പ്രത്യേക ഒരു നല്ല സ്ഥലമുണ്ട്. അവിടേക്ക് പോകണമെങ്കിൽ കുറേ ദൂരം ഉണ്ടെന്ന്. തിരിച്ച് വന്ന് കാറെടുത്ത് ഞങ്ങൾ അവിടേക്ക് പോവുകയാണ് കേട്ടോ. ഒരു നല്ല വ്യൂ പോയിൻ്റാണ് ഇവിടെ ഉള്ളത്. നമുക്ക് കാണാം കേട്ടോ. ഇത് അവിടെ എത്തി നമ്മൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ എന്താണ് കാണുന്നത് അല്ലേ. ഓഹോ, അക്വേറിയത്തിന് ഇല്ലിങ്ങനെ അതുപോലെ. രാവിലെ 6 മണിക്ക് ഇങ്ങോട്ട് വരണം. വണ്ടി കൊണ്ടുവരായിരുന്നു. നമുക്ക് അത്ര മനസ്സിലായില്ല. നടക്കാള വഴിയുള്ളൂ വിചാരിച്ചു. അയാൾ പറഞ്ഞു രാവിലെ 6 മണിക്ക് ഫോട്ടോഷൂട്ടിന് ആൾക്കാർ വരും. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ്. വണ്ടി ഇവിടെ ഇടും. അവിടെ വരില്ലേ. ഞങ്ങളവിടെ കാറ് അവിടെ പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. ഇതൊരു നല്ല വ്യൂ പോയിൻ്റാണ്, നല്ല കായലാണ്. രാവിലെയും വൈകുന്നേരമാണ് അത്ര ഇവിടെ കൂടുതൽ ആൾക്കാർ വരിക. വെയിലാവുമ്പോൾ അധികം ആൾക്കാരുണ്ടാവില്ല. നമുക്ക് നോക്കാം. നോക്കൂ, ഒരു കവാടം മത്സ്യത്തിൻ്റെ ആകൃതിയിൽ. ടിക്കറ്റ് കൗണ്ടർ. എന്താ ഫിഷിൻ്റെ ഉള്ളിൽ നിൽക്കണം നമ്മൾ അല്ലേ. അപ്പോൾ ഈ എൻട്രൻസിൽ നിന്ന്
ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഇനി ഉള്ളിലേക്ക് കടക്കുകയാണ്. നോക്കാം എന്തൊക്കെയാണ് അവിടെ നിന്ന്. അവരോട് ചോദിക്കാം കേട്ടോ. നമുക്കറിയില്ലല്ലോ, ആദ്യമായിട്ടല്ലേ. എത്ര ചാർജ് ചേട്ടാ ഒരാൾക്ക്? ആലപ്പുഴ ലേക്ക് വില്ലേജ്. നമ്മുടെ ഇവിടെ ആരാ വരിക പറഞ്ഞു തരാനായിട്ട്? അതെ, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല, ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇത് ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ്, കായലിന്റെ ഒരു വ്യൂ പോയിന്റ് ആണ്. വൈകുന്നേരങ്ങളിൽ വരുവാണെങ്കിൽ സൺസെറ്റും ഇതൊക്കെ കാണാൻ പറ്റുന്നല്ലേ? അത് ശരി. ഞങ്ങൾ ആദ്യമായിട്ട് വരികയാണേ. അപ്പോൾ ഇതെന്താണെന്നൊന്നും അറിയില്ല. ഇവിടെ മീനൊക്കെ വളർത്തൽ അങ്ങനെ ഉണ്ടോ? അങ്ങനെ മീൻ വളർത്തുന്നില്ല. ബോട്ടിംഗ് ഉണ്ട്, ഹൗസ് ബോട്ട്, സ്പീഡ് ബോട്ട് വരും, വിളിക്കാം. നേരത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ സ്പീഡ് ബോട്ട് വിളിക്കാം. അങ്ങനെ പിന്നെ കയാക്കിംഗ് ഉണ്ട്, അതിൻ്റെ സാധനം ഇവിടെ അറിയാമെങ്കിൽ. ഇവിടെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് കെട്ടിയിട്ടിട്ടില്ല, ഇങ്ങനെ ഓരോ വേലി പോലെ. എന്താ അങ്ങനെ തിരിച്ച് ഇരിക്കാൻ വേണ്ടി അവിടെ നല്ല സീറ്റ് ഉണ്ട്, അവിടെ പോയി ഇരിക്കാം. ഇരുന്ന് നമുക്ക് കുറച്ച് നേരം ആസ്വദിക്കാം. അങ്ങനെയുള്ളതാണ്. പിന്നെ ചൂണ്ടയിടാൻ അറിയാമെങ്കിൽ ചൂണ്ടയിട്ട് അത് കൊണ്ടുവരുവാണെങ്കിൽ അത് ചെയ്യാറൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നല്ലേ? ഇത് ഗവൺമെന്റിന്റെ പ്രൊജക്റ്റ് ആണോ? ഇത് പഞ്ചായത്തിന്റെ ആണ്. ഇപ്പം അത് പ്രൈവറ്റ് ലീസ് എടുത്തേക്കുവാണ്. ഓ ഓ ഓ ഓ അത് ശരി. അല്ലെന്നേ, കായലിൻ്റെ ഉള്ളിൽ വെള്ളത്തിൽ ഇങ്ങനെ കുറ്റിയടിച്ചിട്ടില്ല ഇങ്ങനെ? അത് പോള ഇങ്ങോട്ട് അടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. മറ്റേ ഈ പച്ച സാധനം കണ്ടില്ല, ഈ പച്ച, അത് ഇങ്ങോട്ട് വരാതിരിക്കാൻ. ഓക്കെ. സ്പീഡ് ബോട്ടിനൊക്കെ ഒരു തടസ്സമാവും. ഇതിൻ്റെ ഉള്ളിലാണ് സ്പീഡ് ബോട്ട് ഓടിക്കുക അല്ലേ? നമ്മൾ അപ്പുറത്തൂടെ പുറത്ത് കൊണ്ടുപോകും. അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ ഇല്ലേ, അവിടെ കൊണ്ടുപോയി ജസ്റ്റ് ഒക്കെ കറക്കി. ഓ ഓ ഓ അത് ശരി. അത് ശരി. പറയുന്നത് ഇവിടെ വന്നിരുന്ന് കുറച്ചേരം ഇരുന്ന് ആസ്വദിക്കാം. പിന്നെ സ്പീഡ് ബോട്ടിൽ കൂടെ നല്ല രസമായിരിക്കുന്നു. ഞാൻ കൊട എടുത്തിട്ടുണ്ട്, വേണോ? ബോട്ട് നേരത്തെ വരുമായിരുന്നു, ഇപ്പം പ്രൈവറ്റ് ആക്കിയ പിന്നെ വരില്ല. ഇത് പ്രൈവറ്റാ? ഇപ്പം പ്രൈവറ്റ് ലീസ് ഉണ്ട്, പ്രൈവറ്റ് എടുത്തേക്കാം. കാണാനല്ലേ അവിടേക്ക് ചെന്നോട്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്നത് പൂവ് അമ്പലമാണ്. ഇതാ പോള. ഇത് വരാതിരിക്കാനാണ് അവിടെ ഇങ്ങനെ കുറ്റിയടിച്ച് ഇങ്ങനെ ആക്കിയിട്ടില്ലേ? അവിടെ നിങ്ങൾ വരാതിരിക്കാനാണെന്ന്. ഇവിടെ എന്താ വേറെ നോക്കാനുള്ളത്? എന്തൊക്കെയാണ് കാര്യങ്ങൾ? ഈവനിങ്ങിലാണ് ആൾക്കാർ വരുന്നല്ലേ? കൂടുതലും ആൾക്കാർ ഈവനിങ്, വെയിലുണ്ടാവില്ലല്ലോ. മുകളിൽ എന്താ പരിപാടി? ഇതിന്റെ മുകളിൽ ഇതുപോലെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ പിന്നെ ഫംഗ്ഷനൊക്കെ തുടങ്ങാനുള്ള പരിപാടിയാണ്. ബർത്ത്ഡേ പാർട്ടി അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം വൈകുന്നേരങ്ങളിൽ. പിന്നെ അതുപോലെ തന്നെ കല്യാണത്തിന്റെ നൈറ്റ് പാർട്ടി ഉണ്ടാവില്ല, അതൊക്കെ ഇവിടെ വെച്ച് സെറ്റ് ചെയ്യാം. അതൊക്കെയാണ് മെയിനായിട്ടുള്ള വരുന്നത്. അച്ഛന്മാരെ ഉണ്ടല്ലേ? നടന്നിട്ട് വരട്ടെ. അടക്കല്ലേ? അപ്പോൾ രണ്ട് ഭാഗത്തേക്കും വഴിയുണ്ട് കേട്ടോ. ഇവരങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ നേരെ പോകുകയാണ് കേട്ടോ. ഞാനും രാജേട്ടനും ഇങ്ങോട്ട് പോവുകയാണ്, അവരെല്ലാവരും അങ്ങോട്ട് പോയി. നമുക്ക് നോക്കാം നമ്മുടെ ഭാഗത്ത് കേട്ടോ. നോക്കൂ, ഇങ്ങനെ തിരിഞ്ഞ് ദാ ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ കായലിൻ്റെ മുകളിലായിട്ട് സ്ലാബ്, എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഒരു പാലം പോലെയാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ടൈൽസ് ഇട്ടിരിക്കുക. അപ്പം നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ഇവിടെ രണ്ട് സൈഡിലും ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. നല്ല സ്റ്റീൽ റോഡ് കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഇതിലേ ഇങ്ങനെ പോയാൽ എനിക്ക് തോന്നാം ബോട്ടിലേക്ക് ഇറങ്ങാനുള്ളതാണ് തോന്നുന്ന സ്ഥലം. ബോട്ട് കിടക്കുന്നുണ്ടാവും, അതിൽ കയറാനായിരിക്കും. നോക്കാം. ഓ, വിശാലമായ കായലല്ലേ? അനങ്ങാണ്ട് കിടക്കണു. അത് എത്ര ശാന്തമായ കായൽ. ഈ സൈഡിൽ ഇരിക്കാനൊരു ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. വഞ്ചി ഇവിടെ പണ്ട് ബോട്ടുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇതിപ്പോൾ പഞ്ചായത്തിൻ്റെ ആയിരുന്നു. ഇപ്പോൾ ഒരു ലീസ് എടുത്തേക്കുക, പഞ്ചായത്തിന് ലീസ് എടുത്തേക്കുക. ഇവിടെ ഒക്കെ വഞ്ചി പോലത്തെ ഒരു ബെഞ്ച് കണ്ട. നോക്കുക, മീൻ പിടിക്കാൻ പോകാനുള്ള പഞ്ച് തയ്യാറാക്കി വെച്ചേക്കണേ.
ബോട്ട് മേടിച്ചിട്ടുണ്ട് ആവശ്യത്തിന് വിളിക്കാൻ. അതായത് നമുക്ക് ഈ കായലിൽ ബോട്ട് യാത്ര ചെയ്യണമെങ്കിൽ ബോട്ട് യാത്ര എന്ന് വെച്ചാൽ ബോട്ടിലൂടെ സഞ്ചരിക്കണമെങ്കിൽ സ്പീഡ് ബോട്ടൊക്കെ കിട്ടും അത്രേ. നമ്മളവിടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾക്കാരോട് പറഞ്ഞാൽ മതി, അവരപ്പോൾ നമുക്ക് റെഡിയാക്കി തരും. അപ്പം നമുക്കതിൽ കയറിയിട്ട് ഈ ചുറ്റും ഇതിലിങ്ങനെ പോകാം. നമുക്ക് 2 ഒച്ചിൻ്റെ ഇതിലുള്ള ബെഞ്ച്, നല്ല ബെഞ്ച് അല്ലേ, നമുക്കതിമൊന്ന് ഇരുന്നാലോ? കാരണം നമുക്കൊന്ന് ഇരുന്ന് നോക്കാമല്ലോ, ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം അല്ലേ ചേട്ടാ? ആയിരിക്കട്ടെ കേട്ടോ. ഇത് ഒച്ചിൻ്റെ മാതൃകയിലുള്ള ബെഞ്ചാണ് കണ്ട, അവിടെ വഞ്ചിയുടെ മാതൃകയിലുള്ള ബെഞ്ച് കണ്ടില്ലേ? ഇത് ഒച്ചിൻ്റെ മാതൃകയില്ല. അപ്പം അത് വേറൊരു മാതൃകയാണ് കേട്ടോ, അത് നമുക്ക് നോക്കാതെ. ഇവിടെയൊക്കെ നമ്മളെ വഞ്ചി വന്നിരുന്നു ഇവിടേക്ക്, അതിന് ബോട്ട് വരുന്ന സ്ഥലമാണ് ഇതൊക്കെ. ബോട്ടിലേക്ക് ഇറങ്ങി കയറാനായിട്ടുള്ള സ്ഥലമാണ്. വിളിക്കണവർ ചില ചേട്ടാ ഇതിൽ നിന്നോളോ നോക്കൂ ആരാന്ന്. പുഷ്പാകൻ കുമരകത്തേക്ക് പോയി. ഇന്നലെ ഞാൻ അവിടെ ആയിരുന്നു. എന്ത് അല്ല, അതിപ്പോൾ പിള്ളേർക്ക് ഒഴിവ് ശനി ഞായറാ, വേറൊന്നുമില്ല. അപ്പോൾ പോന്നു. ഇല്ല കുമരകത്തെപ്പോഴും ഇല്ല, പോന്നിട്ടില്ല, ഇവിടെ താമസിക്കുക എല്ലാവരും. ഇത് കണ്ട ഒരു മീൻ, അടിപൊളിയല്ലേ? ഈ മീൻ ബെഞ്ച് എങ്ങനെയുണ്ട്? ഞാൻ അവിടെ ഇരിക്കാം. ഈ മീനെ കണ്ട മീനൊക്കെ കാണാം. വരൂ, അവിടെ ഒരു ബെഞ്ച്. അല്ല അവിടെ ഒന്നുമില്ല, പോണു കേട്ടാ. ഇവിടെ കല്യാണത്തിനൊക്കെ ആൾക്കാർ ഒന്ന് ഫോട്ടോ എടുക്കണ സ്ഥല. കഴിഞ്ഞു. ശബ്ദത്തിനുള്ളിൽ ശബ്ദം. ഇപ്പുറത്തും കായലുണ്ട് കേട്ടോ, കായലല്ല കൃഷിയാട്ടാ, നല്ല വെള്ളമൊക്കെ ഉണ്ട്. അതേ ബെഞ്ചി വലയുണ്ട് കണ്ട, മീൻ പിടിക്കാനൊക്കെ പോകും. പഞ്ചായത്തിൻ്റെ അവിടെ അവരുടെ പഞ്ചായത്തിൻ്റെ കണ്ടില്ലേ അവിടെ വലിയ പാർക്കൊക്കെ, വൈക്കം പഞ്ചായത്തിൻ്റെ പാർക്ക് ഉണ്ടല്ലേ നമ്മൾ, ഇതിനേക്കാൾ ഗംഭീരല്ലേ ഇതിപ്പോൾ ഈ നാട്. പിന്നെ അതിരാവിലെയും വരും, വെയിലില്ലാത്ത സമയം നോക്കിയിട്ട് അവർ കണ്ട. ഞാൻ ചോദിച്ചാൽ അവരുടെ എന്തൊരു ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടന്ന് വെച്ചു, പറഞ്ഞാൽ അവിടെ നിങ്ങൾ ഇതുപോലത്തെ പായൽ വരാണ്ടിരിക്കാനായിട്ട് കെട്ടിക്കിടന്നതെന്ന്. വഞ്ചി വിളിച്ചാൽ അവർ വരും, ഇതിലങ്ങനെ പോയിട്ട് അങ്ങനെ കറങ്ങി അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് കൊണ്ടുവരും. അങ്ങനെ ഞങ്ങൾ വന്ന വഴിയുടെ അറ്റം വരെ ഞങ്ങൾ വന്നു കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് കായലാട്ടോ. നോക്കൂ, ഇപ്പോൾ ഒരു വീട് പോലെ കാണാനില്ലേ, അതിൻ്റെ അപ്പുറത്തൊക്കെ കായലാണ്. അപ്പോൾ വഞ്ചിയിൽ പോവുകയാണെങ്കിൽ ആ ഭാഗത്തേക്കൊക്കെ നമുക്ക് പോകാൻ വേണമെങ്കിൽ. ഇതെന്താണെന്നറിയാം കേട്ടോ, വലിയൊരു സാധനം അത്. ഇടണോ അപ്പോൾ ഇത് ലാസ്റ്റ് നമ്മളേടാ സിംഗ എത്ര ദൂരം പോന്നു, അവിടെയാണത്. അതുപോലെ അങ്ങോട്ട് പോവാ അറ്റം വരെ. ഇതിൻ്റെ അടിയിലേ ഇത് നമ്മൾ നടന്നു പോകുന്ന സ്ഥലമല്ലേ, ഇത് പാലാണ് അല്ലേ? അതെ, അപ്പുറത്ത് വെള്ളം ഉണ്ടാവും. തെങ്ങിൻ്റെ തലയൊക്കെ പോയിട്ടുണ്ട്. ഇതിൽ തലയൊന്നും ഉണ്ടാവില്ല, ഇതിൽ നല്ല ഉണ്ടാവില്ല. ഏട്ടാ ഇപ്പുറത്തേക്ക് വെള്ളം ഉണ്ട്, കണ്ടു? ദേ പാലാണത്. അപ്പോൾ എത്ര വഞ്ചിക്ക് വരാൻ ബോട്ടിന്? 1 2 3 4 5 എണ്ണാൻ പറ്റില്ല അല്ലേ? അല്ലേ? അതെവിടെയത്? ഇതിൻ്റെ ശബ്ദം നമ്മൾ നേരത്തെ കേട്ടത്. അത് പേടിച്ചു.
അങ്ങോട്ട് പോകുമ്പോൾ ശബ്ദം കേട്ടില്ലേ? അങ്ങനെ തെങ്ങിൻ്റെ മുകളിലൊരു വലിയ ഉടുമ്പിനെ കണ്ടു ഞങ്ങൾ കേട്ടോ. ചേട്ടൻ കുറച്ച് നേരം ഈ വഞ്ചിയും ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു. ഇനി വീണ്ടും പോവാൻ ഞാനും അവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? സൂപ്പർ. ഇഷ്ടമായോ? നിങ്ങൾ എപ്പോഴേലും വരുമ്പോൾ ഇവിടേക്കൊക്കെ വന്നോളൂ കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഇവരുടെ അടുത്ത് എത്തി കേട്ടോ. ഇവൻ്റ് അപ്പം ശരി. നാലുപങ്ക് കേരള സർക്കാർ കുമരകം ഗ്രാമപഞ്ചായത്ത് നാലുപങ്ക് ലേക്ക് വില്ലേജ്. സുരക്ഷാ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. കായലിൽ ഇറങ്ങരുത്. പ്ലാസ്റ്റിക് നിരോധിത മേഖല. മാലിന്യങ്ങൾ കായലിലും പരിസരത്തും വലിച്ചെറിയുവാൻ പാടില്ല. പ്രവേശനം പാസ് വാങ്ങിയ ശേഷം. എൻട്രി ഫീസ് 50 രൂപ. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു കേട്ടാ. ഞങ്ങൾ ഈ മീനിൻ്റെ അടുത്ത് വെച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തു, ഗ്രൂപ്പ് ഫോട്ടോ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ യാത്ര തുടരുകയാണ്. ഞങ്ങൾ അടുത്തുള്ള പരിപാടി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ വീട്ടിലേക്ക് വഴിക്ക് നല്ല ഭംഗിയുള്ള ഈ കുമരകത്തെ മനോഹരമായ കൃഷിയൊക്കെ ഒന്ന് കണ്ട് അല്ലേ, വയലേലകളൊക്കെ ഒന്ന് കണ്ടിട്ട് അങ്ങനെ പോകാൻ ആസ്വദിക്കാം. ഇവിടെ പച്ചപ്പ് നിറഞ്ഞ നല്ല മുളച്ച് വന്നിട്ടുള്ള ആദ്യത്തെ എന്താ പറയുക, കൃഷിയുടെ ആദ്യ ഭാഗമാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നല്ലോണം വിളഞ്ഞ വയലും കാണാൻ പറ്റും കേട്ടോ. നോക്കാം നമുക്ക്. അടിപൊളി. നിൽക്കണേ എത്ര ദൂരം വരെ പാടാ. ഇവരും പാടത്തിൻ്റെ കരയിൽ തെങ്ങ് വച്ചിട്ടുണ്ട് കേട്ടോ. പാടത്തിൻ്റെ കരയിൽ തെങ്ങ് വച്ചിട്ടുണ്ട്, വീട് വച്ചിട്ടുണ്ട്. പാടം പിന്നിലേക്ക് പോയി. ഇതേ കണ്ട കൊയ്ത കൊയ്യാറായി നിൽക്കണത്. കൊയ്ത്തരിവാൾ കണ്ടു വൈക്കം ആയി കേട്ടോ. നേരെ ചേർത്തലയ്ക്ക് നേരെ തന്നെയാണ്. കൈപ്പുഴ. നമ്മൾ ഇന്നലെ രാവിലെ വന്നപ്പോൾ ഇവിടെ അത്രേ പോയത് ബോട്ടിൽ കയറാനായിട്ട്. നമ്മൾ ഇന്നലെ ഹൗസ് ബോട്ടിലൊക്കെ കയറിയില്ലേ, അത് ഇവിടെ എന്നാ പറയണ. റിസോർട്ട് കുറച്ചും ദൂരെയായിരുന്നു. ഇറങ്ങിയിട്ടില്ല അല്ലേ? ഇതുപോലെ ഒരുപാട് തോടുകൾ ഇവിടെ ഉണ്ട്. ആ തോട്ടിലെ ഭാഗത്തൊക്കെ ഉണ്ട്. കുമരകം നമ്മളിപ്പോൾ ആലപ്പുഴയൊക്കെ കഴിഞ്ഞ് എറണാകുളം എത്താറായിട്ടോ. മരട് എന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ. അവിടെ ഒരു മാളുണ്ട്, ഫോറം മാള്. വലിയ മാളാട്ടോ. അവിടേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇത് പോയത് ആ ഫോറം വാലി മോളിൽ അതുപോലെ ഇവിടെ ഉണ്ട് അല്ലേ? ഫോറം മാളിലാണ് ഇത് ഫോറം വാലി മോൾ. നോക്കി എത്രാമത്തിനൊക്കെ പോണേ നമ്മളിന്ന്. എൻ്റെ അമ്മേ, ഫോറം മാളിൽ ഫോറം വാലി മോള്. നമ്മളെ ഏറ്റവും കോറമംഗലാണ്. ഫോറം വേറെ എവിടെയും ഓർമ്മയില്ല. ഇതതിന്റെ സെയിം തന്നെ എടുത്തിട്ടുള്ളതാണ് അവര്. എത്രാമതല്ല വണ്ടി കയറ്റി കൊണ്ടിരുന്നേ. എൻ്റെ പകോ പെട്ടോട്ടാങ്കണ്ട. ഈശ്വര എൻ്റെ പൊന്നെ. നമ്മളെ ഏറ്റവും ടോപ്പിലായില്ലേ? ആകാശത്തെത്തി ഇത് പാർക്ക് ചെയ്യാനായിട്ട്. കൃഷ്ണ
ചേട്ടാ ഇതെങ്ങനെ ഇറങ്ങി കഴിഞ്ഞത് ഇന്ന് കഴിഞ്ഞില്ലേ എന്റെ ഭഗവതി ദൈവമേ പീട്ടു എന്നിട്ട് എൻ്റെ ഇനിയും പോണം മോളിലേക്ക് ചേട്ടനാഗ്രഹം പീസിട്ടാ പീച്ച നല്ല കാര്യം നമുക്ക് ലിഫ്റ്റിൽ ഇറങ്ങാമല്ലോ ഇതിനേക്കാളും മോളിൽ മിസ്സർ ഉണ്ടാവോ മൂന്ന് വെച്ചിട്ട് ചേട്ടാ മൂന്ന് വെച്ചാൽ ആൾക്കാരോട് വന്നിട്ട് നടത്തുന്നു ഞായറാഴ്ച അത് ലിഫ്റ്റ് കാറിന്റെ അപ്പുറത്ത് ലിഫ്റ്റ് ആകണല്ലേ ഇവിടെ ഇവിടെ ലോബി നമുക്ക് എങ്ങനെ ഉള്ളിൽ കയറും നമുക്ക് നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി കൂടെ അവര് വരട്ടെ ആ അതെന്താ നോക്കട്ടെ അതൊന്ന് എൻ്റെ അതേ മറ്റെയാ കാറിന്റെ ഷോപ്പായിരിക്കും. മരടാന്നല്ലേ ഏറ്റവും കൂടുതൽ ഫ്ലാറ്റുള്ള സ്ഥലമാണ്. നമ്മൾ അതിനുള്ളിലേക്ക് കിടന്നു. വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഫുഡ് കോർട്ട് ഉണ്ട് അതിനായിട്ട്. ഏത് തരം ഭക്ഷണം വേണമെങ്കിലും കിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരുപാട് നേരം ക്യൂ നിൽക്കണം. ആദ്യം തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ബില്ല് ചെയ്യണം. പിന്നെ വീണ്ടും നമ്മൾ ഭക്ഷണം കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കണം. അങ്ങനെ നല്ല പണിയാട്ടോ. ഇങ്ങനെ കാണാം, ഇതൊക്കെ ഒന്ന് കാണണമല്ലോ. അത് മസാജ് അല്ലേ അല്ലേ മസാജ് അല്ല. കാണിക്ക, അവിടെ കാണിച്ചാല് ലിക്വിഡ് വരും, ഇവിടെ കാണിച്ചാല് വെള്ളം വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കൈ ചൂടാക്കുക. എങ്ങനെ എത്ര നേരം വേണം? വെരി ഗുഡ്. ഇതുകൊണ്ട് ആക്കട്ടെ കേട്ടോ, മിനിറ്റ് വെള്ളം. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയൊന്നും ഓർഡർ ചെയ്യാൻ പറ്റില്ല. ഒരാളൊന്നും കിട്ടില്ല.
അവര് അവിടെ കടയിൽ ആരാ? വിശക്കണില്ലേ? അപ്പൊ ഏ ഫുഡാ ഫുഡ് കോർട്ടാണ്. ദേവിന്റെ ഇവിടെ ഇല്ലേ? എന്താണ് ശരി ചിക്കൻ ദം ബിരിയാണി മതിയാ? ഏ? ഞാൻ പക്ഷേ മീൽസേ ആയിട്ടില്ല അമ്മ. ഞാൻ പറയണില്ല അച്ഛാ, സാധാ മീൻ വാങ്ങിച്ചിട്ടേ എല്ലാ ഫിഷിൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെയോ ആദ്യം നമ്മളിത് മേടിക്കണം, ബില്ല് മേടിക്കും. അപ്പം എന്താ ചെയ്യണ്ട്? ഉണ്ടാകുന്ന ദേഹിച്ചു എന്നിട്ടാ HM എന്ന് വെച്ചിട്ടാ H&M നടന്നിട്ടാ ഒരു H&M എന്ന് വെച്ചാൽ ഒരു ബ്രാൻഡാണ്. ഒരു ക്രിസ്മസ് ട്രീ കണ്ട എന്ത് രസമല്ലേ കാണാനായിട്ട്. ക്രിസ്മസ് ഗംഭീരമുണ്ടല്ലേ. ഒരുമിച്ച് പോവാന്ന്
വേറെ 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 എങ്ങനെ പോകണ്ടെന്ന്. നോക്കി ഇറങ്ങട്ടെ. കളറാ ഇതാണ് ചേട്ടാ അടിപൊളി സാധനം. ചേട്ടാ വരുന്നൂടെ? സൂപ്പർ ഡ്രൈ ഇസൂസു. ഓ ഞാൻ പോയതാ. ആ തന്നെ 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 തന്നെ. $16 ലക്ഷം. ബാഗിൽ ഈ സാധനം കൂടി ഉണ്ടല്ലോ. അതായത് 18% 40%. ചേട്ടാ ആൾക്കാർ കണ്ടോട്ടെ. എന്ത് നോക്കിയോട്ടെ? കാറ് നോക്കി ഫിക്സഡായി. അങ്ങനത്തെ കാറ് മേടിക്കും അവര്. ആ ഇത് വേറെ സൈസ്. ചേട്ടൻ മുന്നിറങ്ങിയിട്ട് ഞാൻ ഇറങ്ങി പിടിക്കുമോ? ആ ആ അങ്ങനെ ഈ മാളിലൊക്കെ കറങ്ങി ഞങ്ങൾ വെജിറ്റബിൾ കുറേ വാങ്ങിയിട്ടോ. ഇവിടുന്ന് ഒരു കടയുണ്ട് ലുലുവിൻ്റെ, അവിടുന്ന് കുറേ വെജിറ്റബിൾസൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അത് ഇത് രണ്ടും കാണാൻ പറ്റിയല്ലോ, സന്തോഷമായിട്ടോ.